മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് തറഞ്ഞുകയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ കെ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്കു ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു. ആന ഡോക്ടർ. 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഉണർന്നപ്പോൾ മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കോട്ടിടുകയായിരുന്നു. എന്താണ് ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു. പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു. ചൂര് നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത്. ഞാനും എഴുന്നേറ്റ് എന്റെ സ്വെറ്റർ എടുത്തിട്ടു. കാട്ടാനകളാണോ? ഡോക്ടർ ടോർച്ച് ലൈറ്റ് തെളിച്ചു നോക്കി. പൊതുവെ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല. ഇവിടെ സെൽവയുടെ ചൂരുണ്ട്. എന്തോ കാരണമുണ്ട്. ഡോക്ടർ ഗംബൂട്ടുകൾ എടുത്തിട്ട് കതക് തുറന്ന് പുറത്തിറങ്ങി. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ കറുത്ത തിരശ്ശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശ്ശീലയിലെ സുഷിരങ്ങൾ. പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു. അവ മുഴുത്ത് കാട്ടിന്റെ വിളുമ്പായി, മരങ്ങളായി, ചില്ലകളും ഇലകളുമായി. പിന്നിൽ ആകാശം ചാരനിറത്തിൽ തെളിഞ്ഞു. ഡോക്ടർ അതിനിടയ്ക്ക് ആനകളെ കണ്ടു കഴിഞ്ഞിരുന്നു. ചെറിയ കുട്ടിയാണല്ലോ എന്നു പറഞ്ഞു. എവിടെ എന്നു ഞാൻ ചോദിച്ചു. 2 വയസ്സ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. എന്റെ മാറോളം പൊക്കമുള്ള ആനക്കുട്ടിയെ ഇരുട്ടിന്റെ ഉള്ളിൽ ഇരുട്ടിന്റെ ചലനമായി ഞാൻ കണ്ടു. ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് നടന്നു. ഇരുട്ടിൽ വിളക്കു തെളിച്ചാൽ പിന്നെ കണ്ണു കാണാതെയാവും. അതുകൊണ്ട് കണ്ണു മിഴിച്ചു നോക്കി ഞങ്ങൾ നടന്നു. അല്പസമയത്തിനുള്ളിൽ നിലത്തെ ഉരുളൻ കല്ലുകളുടെ മിനുസവും ഇലകളുടെ എണ്ണത്തിളക്കവും കണ്ടു തുടങ്ങി. ആനക്കുട്ടി പതുക്കെ അമറിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു. ഈസി ഈസി എന്ന് ഡോക്ടർ പറഞ്ഞു. കൈ രണ്ടും മുന്നിൽ നീട്ടി അദ്ദേഹം അതിന്റെ അടുത്തേക്ക് നടന്നു. ആനക്കുട്ടി തലയാട്ടി ജേഴ്സി പശു കരയുന്ന ഒച്ചയിൽ ചിഹ്നം വിളിച്ചു. കാലിൽ വ്രണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു. അതിന്റെ ദേഹം ഉലയുന്നത് കണ്ടു. ഡോക്ടർ എന്നോട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടുത്ത് ചെന്ന് നിന്ന് കാതിൽ പിടിച്ചു. തിരകളിലെ തോണി പോലെ അതിന്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. അദ്ദേഹം അതിന്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കൈ അദ്ദേഹത്തിന്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി. വരൂ എന്ന് എന്നെ ഡോക്ടർ വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ആ കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി. അത് തുമ്പിക്കൈ വളച്ചു നീട്ടി എന്നെ തൊട്ട് പരിശോധിക്കാൻ ശ്രമിച്ചു. ഇവനെ ഒന്ന് കിടത്തണം. എന്താണ് പ്രശ്നമെന്ന് നോക്കണം. നീ പോയി എന്റെ പെട്ടിയെടുത്തു കൊണ്ടുവാ. ഡോക്ടറുടെ വിടിയിലെ അടുപ്പം ആ സമയത്ത് പോലും എനിക്ക് മനസ്സിലായി. നാവുകൊണ്ട് ബാറ്ററിയെ തൊട്ടതുപോലെ ഒരു ചെറിയ മധുരം. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തുപോയി മരുന്നുപെട്ടി എടുത്തുകൊണ്ടുവന്നു. ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞു തറപ്പിച്ചതിനു ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്നു കടത്തി. കുറേ സമയം അത് അസ്വസ്ഥമായി ആടിക്കൊണ്ടിരുന്നു. കുട്ടിയാനകൾ എന്തിനാണ് തുമ്പിക്കൈ 2 കാലിന്റെ നടുക്കും മുൻപോട്ടുമായി ഊഞ്ഞാലാടിക്കുന്നത് എന്നു ഞാൻ ചിന്തിച്ചു. ഇടയ്ക്ക് എന്നെ ഒന്ന് തൊട്ടുനോക്കിയാൽ കൊള്ളാം എന്നും അത് ശ്രമിച്ചു. തുമ്പിക്കൈ കുഴഞ്ഞ് തളരുന്നത് കണ്ടു. കാതുകളുടെ അനക്കം നിലച്ച് പിന്നെയും തുടങ്ങി. കാലുതെറ്റി വീഴാൻ പോയി. ഞെട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി. 4-5 തവണ നെടുവീർപ്പിട്ടു. തുമ്പിക്കൈ നിലത്തു വീണ് ഊതി മണ്ണു പറപ്പിച്ചു.
പിന്നെ അത് പതുക്കെ മുട്ടുകുത്തിയിരുന്ന് വലതുവശത്തേക്ക് ചെരിഞ്ഞു വീണ് നിശ്ചലമായി. നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിന്റെ കാതിലൊഴിക്ക്. കുട്ടിയാണ്, കാത് നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയേക്കും, ഡോക്ടർ പറഞ്ഞു. ഞാൻ കുളിമുറിയിലേക്ക് ഓടി. ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ ശ്രദ്ധിച്ച് നോക്കുകയായിരുന്നു. ഞാൻ ആനയുടെ കാതുകൾ നനച്ചു. പിന്നെയും കുപ്പി തന്നെ, പക്ഷേ വലുതല്ല, പുണ്ണ് ചീങ്ങിട്ടുമില്ല, ഡോക്ടർ പറഞ്ഞു. വിളക്ക് പിടിച്ചോളൂ. ഞാൻ ടോർച്ച് വാങ്ങി വെട്ടം കാട്ടി. കുപ്പിയുടെ അറ്റം എനിക്ക് കാണാനായി. ആന ശ്രദ്ധിച്ച് കാലൂന്നിയാണ് നടന്നിരുന്നത് എന്ന് തോന്നി. ഭാരം കുറഞ്ഞ കുട്ടിയുമാണ്. ഡോക്ടർ ഫോർസെപ്പ് കൊണ്ട് ആ ചില്ലിൽ പിടിച്ച് വലിച്ചെടുത്തു. ചോരയുടെ ഗന്ധം. ചില്ല് പൊട്ടിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഭാഗ്യം. ഡോക്ടർ വ്രണത്തിന്റെ ഉള്ളിൽ കൈയിട്ട് നന്നായി തിരഞ്ഞു. വെൽ, ആൾമോസ്റ്റ് ക്ലീൻ, ലക്കി ഗൈ. പഞ്ഞിയിൽ മരുന്ന് നനച്ച് പുണ്ണിൽ തിരുകിക്കയറ്റി. അപ്പോൾ ആനക്കുട്ടി ഒന്ന് അനങ്ങി. ഹീ ഈസ് എവേക്ക്. ഞാൻ കുറച്ച് മരുന്നാണ് കൊടുത്തത്. ഡോക്ടർ ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് ഹീ ഈസ് എ ടസ്കർ, മൈ ആൽഫാമെയിൽ എന്നു പറഞ്ഞു. കുട്ടിയുടെ തുമ്പിക്കൈയിന്റെ മൂക്ക് അനങ്ങിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും. കാലത്ത് മുതുമലയിലേക്ക് മടങ്ങും, ഡോക്ടർ പറഞ്ഞു. മുതുമലയിലേക്കോ? ഞാൻ ചോദിച്ചു. അതെ, അവൻ അവിടുന്നല്ലേ വന്നിട്ടുള്ളത്, ഡോക്ടർ പറഞ്ഞു. നീ ഇവനെ മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കി. ഇവനെയോ? അതെ, മുഖം കണ്ടാൽ അറിയില്ലേ. 1.5 കൊല്ലം മുമ്പ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ്. ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പിന്നെയും നോക്കി. ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക? ഡോക്ടർ ചിരിച്ചു. ഇപ്പം മനസ്സിലായില്ലേ ആനയുടെ കഴിവ്? ആന എത്ര മനുഷ്യമുഖങ്ങളാണ് ഓർമ്മിച്ചു വെക്കാറുള്ളത്. ഡോക്ടർ എഴുന്നേറ്റ് കൈകൾ തൂത്തു. ഇത്രയും ദൂരം താങ്കളെ തേടി വന്നതാണോ? അമേസിംഗ് എന്ന് ഞാൻ പറഞ്ഞു. പാവം, നല്ല വേദന ഉണ്ടാകും. ഈ കുപ്പിച്ചില്ലും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം ഇവൻ നടന്നത്? ഡോക്ടർ, ആന അങ്ങനെയാണ്. അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ് എന്നു പറഞ്ഞു. ആനകളുടെ ഓർമ്മയെപ്പറ്റിയും ചെറിയ അടയാളങ്ങളെപ്പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെപ്പറ്റിയും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 100 കിലോമീറ്റർ നടക്കാനാവും. 300 കിലോമീറ്റർ നടന്ന് ഒരാളെ അന്വേഷിച്ചു പോയ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവ വന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ പോയത് ജീപ്പിലായിരുന്നു. അത് നടന്ന് 1.5 കൊല്ലം കഴിഞ്ഞു. മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പിലേക്ക് വരണമെങ്കിൽ വഴിക്ക് 10 സ്ഥലത്തെങ്കിലും ഗ്രാമങ്ങൾക്കുള്ളിൽ കയറണം. 4 റോഡ് മുറിച്ചു കടക്കണം. ഞങ്ങൾ മടങ്ങി വീടിന്റെ ഉള്ളിൽ കയറുന്നതിനു മുൻപ് ഡോക്ടർ കെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു. ഒരു വലിയ ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടോർച്ച് പൊന്തിച്ചപ്പോൾ നോ എന്ന് ഡോക്ടർ കെ പറഞ്ഞു. ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി. അതിനെ വളഞ്ഞു നിന്നു. വിളിച്ചുകൊണ്ടു പോകട്ടെ, വരൂ, ഡോക്ടർ പറഞ്ഞു. ഞാൻ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. എന്റെ ദേഹം വിറച്ചു. കോൾമയിർ കൊണ്ട് കണ്ണുനീരോടെ ഞാൻ നിന്നു. അറിയാതെ 2 കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി. ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി. അതെ, ദേവധുന്തുബികൾ മുഴങ്ങി. മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു. കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു. വരൂ എന്ന് എന്റെ തോളത്ത് മുട്ടിയിട്ട് ഡോക്ടർ കെ അകത്തേക്കു കടന്നു.